മതത്തെയും മതത്തിന്റെ നിയമങ്ങളെയും പരിഹസിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും ഗൌരവമേറിയിട്ടുള്ള വിഷയം. മതത്തെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ മതപരമായ വിശ്വാസത്തെയോ പ്രവർത്തനത്തെയോ വാക്കിനെയോ അത് മുഖേന മതത്തെ കുറ്റപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഒരാൾ പരിഹസിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ മതം അള്ളാഹുവിന്റേതാണ്, അതുകൊണ്ട് അള്ളാഹുവിനെയും മതം പഠിപ്പിച്ച പ്രവാചകനെയും പരിഹസിക്കലാണ്. ഇതു മുഖേന അത് പ്രവർത്തിക്കുന്ന ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. അയാൾ മുർത്തദ്ദായി മാറും, മതത്തിൽ നിന്ന് അയാൾ പുറത്തുപോകും. അയാൾ പറഞ്ഞത് കാര്യത്തിൽ പറഞ്ഞതാണെങ്കിലും തമാശക്ക് പറഞ്ഞതാണെങ്കിലും മതത്തെയോ മതചിഹ്നങ്ങളെയോ അള്ളാഹുവിനെയോ പ്രവാചകനെയോ പരിഹസിക്കുക എന്ന് പറയുന്നതിൽ തമാശ എന്നൊന്നില്ല. അതിനെയും കാര്യമായി പറയുന്നതിന് ആയിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ തമാശക്ക് പോലും മതപരമായ പരിഹാസങ്ങൾ പാടില്ല എന്നർത്ഥം. സൂറത്ത് തൗബയിലെ 66, 65 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അവരോട് നീ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ സംസാരത്തിൽ മുഴുകുകയും വിനോദത്തിൽ അല്ലെങ്കിൽ കളിയിലേർപ്പെടുകയും മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കാര്യമായി പറഞ്ഞതല്ല എന്നർത്ഥം. അതിന് അള്ളാഹുവിന്റെ മറുപടി, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി, നബിയെ ചോദിക്കുക, അള്ളാഹുവിനെയും അവന്റെ വചനങ്ങളെയും അവന്റെ പ്രവാചകനെയുമാണോ കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഇത്തരം ന്യായങ്ങളൊന്നും പറയേണ്ടതില്ല. അത് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വാസത്തിന് ശേഷം കാഫിറുകളായി മാറിയിരിക്കുന്നു. ഇൻ നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് മാപ്പ് നൽകുകയാണെങ്കിൽ നുഅദ്ദിബ് ത്വായിഫത്തൻ, മറ്റൊരു വിഭാഗത്തെ നാം ശിക്ഷിക്കും. ബിഅന്നഹും കാനൂ മുജ്രിമീൻ, അതിനുള്ള കാരണം അവർ പാപികളായി തീർന്നിട്ടുണ്ട് എന്നതാണ്. ഇതാണ് സൂറത്ത് തൗബയിലെ 65, 66 വചനങ്ങളുടെ അർത്ഥം. ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ത്വബരി അതുപോലെ തന്നെ ഇബ്നു അബി ഹാത്തിം എന്നിവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള സന്ദർഭത്തിൽ ഒരു സദസ്സിൽ ഒരു സംസാരം നടക്കുകയുണ്ടായി. ആ സദസ്സിൽ വെച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഊത്തുകാരെ പോലെ ഒരു വിഭാഗത്തെ നാം കണ്ടിട്ടില്ല. അവർ വയറിനാൽ ഏറ്റവും കുതിയുള്ളവരും നാവിനാൽ ഏറ്റവും കളവ് പറയുന്നവരും ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും ഭീരുക്കളുമാകുന്നു എന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വഹാബികളെക്കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ പോലും അത് മതത്തെ പരിഹസിക്കലാണ് എന്നതുകൊണ്ട് ആ നിലക്ക് അള്ളാഹു പരിഗണിക്കുകയും നിങ്ങൾ വിശ്വാസത്തിന് ശേഷം കാഫറുകളായി മാറിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിലൂടെ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു, കുഫ്ർ സംഭവിച്ചു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ ഖുർആഉന ഹഉലായി, നമ്മുടെ ഈ ഖുർആഉകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആ എന്ന് പറഞ്ഞാൽ വെറും ഖുർആൻ പഠിച്ചവർ മാത്രമല്ല, ഖുർആൻ ഹിഫ്ളാക്കുകയും അതോടൊപ്പം ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥങ്ങളുമൊക്കെ പഠിക്കുകയും ചെയ്ത ഖുർആൻ പണ്ഡിതന്മാരാണ്. ഈ പ്രയോഗം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇസ്ലാമിക പണ്ഡിതന്മാരെ അവർ മുസ്ലിം പണ്ഡിതന്മാരാണ് എന്നതുകൊണ്ട് പരിഹസിക്കുന്നതും ഈ പറഞ്ഞ കുഫ്റിലേക്ക് എത്തുന്ന ഇനത്തിൽപ്പെട്ടതാണ് എന്ന്. അത്തരം പണ്ഡിതന്മാരെയാണ് നിങ്ങൾ തീറ്റപ്രിയന്മാരാണ്, കളവ് പറയുന്നവരാണ്, എന്നാൽ യുദ്ധം നടക്കുമ്പോൾ ഏറ്റുമുട്ടാൻ ഭയപ്പെടുന്ന ഭീരുക്കളാണ് എന്ന് പരിഹസിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് എന്നാണ് അവരോട് ചോദിച്ചാൽ അവർ പറയുക. അതാണ് ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത്, ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങളങ്ങനെ വെറുതെ ഒരു സംസാരത്തിൽ മുഴുകിയതും കളിച്ചതുമായിരുന്നു, കാര്യത്തിൽ പറഞ്ഞതല്ല എന്ന്. അതിനാണ് അള്ളാഹു തിരിച്ചു പറഞ്ഞിട്ടുള്ള മറുപടി, അള്ളാഹുവിനെയും അവന്റെ വചനങ്ങളെയും അവന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? അപ്പൊ തമാശയായി പറഞ്ഞു എന്നാണ് അവർ പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ തമാശക്കല്ല പറഞ്ഞത്, അത് അള്ളാഹുവിനറിയാം. തമാശക്കാണ് എങ്കിൽ പോലും ഇത് അള്ളാഹുവിനെയും മതത്തെയും അവന്റെ പ്രവാചകനെയും ആയാത്തുകളെയും പരിഹസിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലാ തഅ്തദിറു, നിങ്ങൾ ഒരു ന്യായവും ഇവിടെ പറയേണ്ടതില്ല. അപ്പോ ഉദ്റില്ലാത്ത കളിയും തമാശയും കാര്യവും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അള്ളാഹുവിനെയും മതത്തെയും മതചിഹ്നങ്ങളെയും പ്രവാചകന്മാരെയും. ഇനി പണ്ഡിതന്മാരെ പോലും അവർ മതപണ്ഡിതന്മാരായി എന്ന നിലക്ക് ആണെങ്കിൽ ഇതൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നു എന്നത് സർവ പണ്ഡിതന്മാരും വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ കുഫ്ർ സംഭവിക്കുന്നത്? അള്ളാഹുവിനെ അംഗീകരിക്കുക, അവന്റെ നിയമങ്ങൾ കീഴ്പ്പെടുക എന്നത് വിശ്വാസത്തിന്റെ താൽപര്യമാണ്.
അങ്ങനെ അള്ളാഹുവിനും അവന്റെ മതത്തിനും അവന്റെ കൽപ്പനകൾക്കും കീഴ്പ്പെടുന്ന ഒരുത്തനിൽ നിന്ന് ഇതിനെതിരായ നിന്ദിക്കുക, അതുപോലെ തന്നെ നിസ്സാരമാക്കുക, പരിഹസിക്കുക എന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല. ഇത് രണ്ടും വിപരീത കാര്യങ്ങളാണ്. ഒന്നുണ്ടാകുമ്പോൾ മറ്റതുണ്ടാവുകയില്ല. കീഴ്പ്പെടലുണ്ടാകുമ്പോൾ പരിഹാസമുണ്ടാവുകയില്ല, പരിഹാസമുണ്ടാകുമ്പോൾ കീഴ്പ്പെടലുണ്ടാവുകയില്ല. അതായത് രണ്ട് വിരുദ്ധ വശങ്ങൾ ഒരിടത്ത് ഒരുമിച്ചു കൂടുകയില്ല. അതിനാൽ ഒരാളിൽ നിന്ന് മതത്തെ പരിഹസിക്കുക എന്ന കാര്യമുണ്ടാകുമ്പോൾ അവരിൽ നിന്ന് ഈമാൻ ചോർന്നു പോകുന്നു എന്നർത്ഥം. അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി, പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെയോ ശപിക്കുകയും മോശമാക്കുകയും ചെയ്യുന്നതുകൊണ്ടും അള്ളാഹുവിന്റെ നാമത്തെയോ അവന്റെ വിശേഷണത്തെയോ പരിഹസിക്കുന്നതുകൊണ്ടും, ഇനി അള്ളാഹുവിന്റെ കൽപ്പനകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കൽപ്പനയെ പരിഹസിക്കുന്നത് മുഖേനയും, അള്ളാഹുവിന്റെ താക്കീതുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു താക്കീദിനെ പരിഹസിക്കുന്നത് മുഖേനയും, അള്ളാഹുവിന്റെ ഖളാ ഖദറിനെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന ആളായി മാറും എന്നതാണ് ഈ ഒരു ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആക്ഷേപം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് മുസ്ലിമായി ജനിക്കുകയും എന്നാൽ മതത്തെ സോഷ്യൽ മീഡിയയിൽ കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ വചനം കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ ഗൌരവവും അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് തൗബയിലെ 65-66 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് അത്തരം ഒരു ലക്ഷ്യത്തിലല്ലെങ്കിൽ പോലും തങ്ങൾക്ക് ശരിയായി തോന്നിയിട്ടില്ലാത്ത, മതത്തെ എതിർക്കുക എന്നുള്ളതല്ല, തങ്ങൾക്ക് ശരിയായി തോന്നിയിട്ടില്ലാത്ത കാര്യത്തെ അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതാണെങ്കിൽ പോലും തങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവരും ഈ കാര്യം